കേരളീയർ വോട്ട് ചെയ്യണമോ വേണ്ടയോ? കേന്ദ്രത്തിൻ്റെ കെണിയാണോ ഈ വായ്പ? നാസ്കി എന്ന് പറയുന്ന സെൻട്രൽ അസിസ്റ്റന്റ് ഫോർ സ്റ്റേറ്റ് ഫോർ ക്യാപിറ്റലിംഗ് ഇൻവെസ്റ്റ്മെന്റിൽ ഉൾപ്പെടുത്തിയാണ് ഈ വായ്പ തന്നിരിക്കുന്നത്. ഈ ലോൺ തിരിച്ചടവിന് പലിശയില്ലെങ്കിലും ഇതിലെ ഒരു വല്ലാത്ത കെണി പരിശോധിക്കേണ്ടത് തന്നെയാണ്. 529.50 കോടി രൂപ എറിഞ്ഞിട്ട് തന്നിട്ട് അത് ചിലവഴിക്കാൻ വെറും 45 ദിവസ പരിധിയും വെച്ചിരിക്കുന്നു. കേരളം എന്താണ് മാന്ത്രികവടിയുമായിട്ടാണോ നടക്കുന്നതെന്ന ചോദ്യമാണ് ഇപ്പോൾ വ്യാപകമായി ഉയർന്നു വരുന്നത്. വയനാടിനെ പുനർനിർമ്മിക്കാൻ എണ്ണിക്കൊണ്ട് 45 ദിവസമാണ് തന്നിരിക്കുന്നത്. പാലങ്ങൾ, റോഡുകൾ, സ്ഥാപനങ്ങൾ തുടങ്ങി ഒരു ടൗൺഷിപ്പിന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ എന്തൊക്കെ സാഹചര്യമാണ് വേണ്ടതെന്ന വ്യക്തമായ ധാരണ ഉള്ള കേന്ദ്രം വെറും 45 ദിവസം ഡെഡ് ലൈൻ ഇട്ടുകൊണ്ട് പേരിനൊരു സഹായം ചെയ്തെന്ന് വരുത്തി തീർക്കുകയായിരുന്നു. തങ്ങളുടെ ഇലക്ഷൻ പരിപ്പ് കേരളത്തിൽ വേവിക്കാൻ കഴിയാത്തതിന്റെ ചൊരുക്ക് തീർക്കാൻ പകവീട്ടിയതാണോ BJP എന്ന സംശയമാണ് ജനം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കേരളം വയനാട് പുനരധിവാസത്തിനായി ചോദിച്ചത് 2000 കോടി പാക്കേജും 500 കോടി ഗ്രാൻഡുമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് വയനാട് MP പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ നടത്തിയ ശക്തമായ ഇടപെടലുകൾക്ക് ഒടുവിൽ ഗത്യന്തരമില്ലാതെ 529.50 വായ്പ കേന്ദ്രം തന്നിരിക്കുന്നത്. ഇവിടെ ഇത് സമയബന്ധിതമായി വയനാട്ടിൽ ചെലവഴിച്ച് കണക്കുകൾ കാണിച്ചാൽ മാത്രമേ ആ ബില്ലുകൾ പിന്നീട് പണമായി കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. കേരളം സാമ്പത്തികമായി കടക്കണിയിൽ മുങ്ങിയ ഈ അവസ്ഥയിൽ കേന്ദ്രമൊരുക്കിയ ഈ ഊരാക്കുടുക്ക് രാഷ്ട്രീയപരമായി പകപോക്കലിന്റെ വ്യക്തമായ കാഴ്ചയാണ് വെളിവാകുന്നത്. വയനാട് ദുരന്തത്തിന് ശേഷം കൊട്ടിഘോഷിച്ച് സന്ദർശനം നാടകം കളിച്ച് വയനാട്ടിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി മുതലക്കണ്ണീരൊഴുക്കി പറഞ്ഞത് ദുരന്തത്തിന്റെ ആഘാതം ഭീകരമായിരുന്നു എന്നാണ്. കുട്ടികളുടെയും സ്ത്രീകളുടെയും കണ്ണീരൊപ്പി പ്രതീക്ഷകളും നൽകി കടന്നുപോയിട്ട് വയനാടിനെ അവഗണിക്കുന്ന ഒരു നയമായിരുന്നു പ്രധാനമന്ത്രി സ്വീകരിച്ചത്. പക്ഷേ മോദി എന്ന ഭരണാധികാരിയെ ചോദ്യങ്ങൾ കൊണ്ട് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും സമ്മർദ്ദത്തിലാക്കിയപ്പോഴാണ് പകയുടെ ഒരു പുതിയ മോദി മോഡൽ കേരളത്തിൽ അവതരിച്ചത്. ജൂലൈ 30-നായിരുന്നു ഒരു നാടിനെ മലവെള്ളം ചൂഴ്ന്നെടുത്തത്. ആ പ്രദേശം ഇന്ത്യയുടെ പ്രധാനമന്ത്രി സന്ദർശിച്ചത് ആഗസ്റ്റ് 10-നാണ്. അതിലുമുണ്ടായിരുന്നു മോഡിയുടെ അവഗണന. അതിനുശേഷം നാടിൻ്റെ നാനാഭാഗത്തു നിന്നും രക്ഷയുടെ നിലവിളികൾ ഉയർന്നെങ്കിലും മോദിയും കേന്ദ്ര സർക്കാരും കേരള ഭരണ പോരായ്മ മുൻനിർത്തി നിഷേധാത്മക നിലപാടുകൾ കൈക്കൊള്ളുകയായിരുന്നു. ഇക്കാര്യത്തിൽ കേരളം കൈക്കൊണ്ട നിലപാടുകളും വളരെ വിചിത്രമായിരുന്നു. കേന്ദ്രത്തിന് സമയാധിഷ്ഠിതമായി കൊടുക്കേണ്ട റിപ്പോർട്ടുകൾ വെച്ച് താമസിപ്പിച്ച് അത് കേന്ദ്രത്തിൻ്റെ പോരായ്മയായി കാണിച്ച് ജനങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന നാടകം കൊണ്ട് BJPയോട് പകവിട്ടാൻ ഒരുങ്ങി പുറപ്പെട്ടതും അത് പറ്റേ പരാജയമായി മാറിയതുമൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ പിണറായിയുടെ കേന്ദ്രത്തിലുള്ള പകവീട്ടലുകളും കേരള ജനതയുടെ തലയിലാണ് അഗ്നിപാതങ്ങളായി വന്ന് തറച്ചത്. സ്വന്തം നാടിനെ രക്ഷിക്കാൻ കഴിയാത്ത ഇവിടുത്തെ മന്ത്രി പുങ്കവന്മാർ ആ മന്ത്രി കസേരയിൽ ഇരിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് സ്വയം ചിന്തിക്കുന്നത് നല്ലതാണ്. കേന്ദ്രത്തിന്റെ 45 ദിവസത്തെ തിട്ടൂരം കേരളം എങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്ന് നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ ജനം. BJPയുടെ കേരള വോട്ടിംഗ് ലക്ഷ്യവുമായി കേരളം നിറയാൻ വരുന്ന BJP കേരള ഘടകം നാളെ കേരളത്തിൽ നിരങ്ങുമ്പോൾ, വോട്ടിനായി വൻ റാലികൾ സംഘടിപ്പിച്ച് അതിൽ വോട്ട് യാചിച്ച് മോദി കരയുമ്പോൾ ഇവിടുത്തെ ജനം തീരുമാനിക്കും ഇനി ഇവിടെ താമരയ്ക്ക് വോട്ടിടണമോ എന്ന്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.